24 നാടറിഞ്ഞൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കോയമ്പത്തൂർ മധുക്കര ഹൈവേ റോബറി കേസിൽ സൈനികൻ ഉൾപ്പെടെ 4 പേർ കസ്റ്റഡിയിൽ. പാലക്കാട് ചിറ്റൂർ സ്വദേശിയായ സൈനികൻ വിഷ്ണു അടക്കം 4 പേരെയാണ് മധുക്കര പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കുഴൽപ്പണ സംഘമാണെന്ന് കരുതിയാണ് യുവാക്കളെ പ്രതികൾ ആക്രമിച്ചത്. 2 പ്രതികൾക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കി. അതേസമയം പരാതി പറയാനെത്തിയ യുവാക്കളെ കളിയാക്കി വിട്ട കുന്നത്തുനാട് പോലീസിനെതിരെയും അന്വേഷണം നടത്തും. എറണാകുളം റൂറൽ SP യുവാക്കളെ വിളിച്ച് വിശദാംശങ്ങൾ തിരക്കി. സേലം കോയമ്പത്തൂർ ദേശീയപാതയിലാണ് മലയാളികൾ സഞ്ചരിച്ച വാഹനം ഹൈവേ റോബറി സംഘം തടഞ്ഞു നിർത്തി തല്ലി തകർത്തത്. കേസിൽ അറസ്റ്റിലായ 4 പേരും പാലക്കാട് ചിറ്റൂർ സ്വദേശികളാണ്. കോയമ്പത്തൂർ മധുക്കര ഹൈവേ റോബറി കേസിലാണ് സൈനികനടക്കം 4 പേരെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. മദ്രാസ് റെജിമെന്റിലെ സൈനികൻ വിഷ്ണു ഉൾപ്പെടെയുള്ള 4 സംഘമാണ് പോലീസ് പിടിയിലായത്. ഈ മാസം 14-ാം തീയതി കോയമ്പത്തൂരിൽ നിന്ന് എറണാകുളത്തേക്ക് ഓഫീസ് ആവശ്യത്തിനുള്ള കമ്പ്യൂട്ടറുകൾ വാങ്ങി യാത്ര ചെയ്ത മലയാളികളെ കോയമ്പത്തൂർ ബൈപ്പാസിലെ ടോൾ ബൂത്തിന് സമീപം ഹൈവേ റോബറി സംഘം ആക്രമിച്ച വാർത്ത 24 ആണ് ഇന്ന് രാവിലെ പുറത്തുവിട്ടത്. അക്രമികൾ വന്ന വാഹനം ഇടിച്ചു തെറിപ്പിച്ചാണ് യുവാക്കൾ സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടത്. 2 ഇന്നോവ കാറ്, ഒരു എത്തിയോസ്. ഇവർ 3 പേരും വന്നിട്ട് നമ്മുടെ വണ്ടീനെ കൊണ്ട് ഫസ്റ്റ് ഇന്നോവ കൊണ്ടുവന്ന് ബ്ലോക്ക് ചെയ്തു. രണ്ടാമത്തെ ഇന്നോവ റൈറ്റ് സൈഡ് ഡോറിൻ്റെ അവിടെ വെച്ചു. എത്തിയോസ് ബാക്കിലും വെച്ച് നമുക്ക് അനങ്ങാൻ പറ്റാത്ത രീതിയിലാക്കി. എന്നിട്ട് വണ്ടിയിൽ നിന്ന് എല്ലാവരും ഒരു 8-10 പേര് എന്തായാലും ഉണ്ട്. അവരെല്ലാവരും ഇറങ്ങി വന്ന് മൊത്തം മുഖം മൂടി ഇറന്നു. ഫുള്ള് മാസ്ക് ഇട്ട്, കണ്ണ് മാത്രമാണ് കാണാൻ പറ്റുള്ളൂ. കുഴൽപ്പണം കടത്തിക്കൊണ്ടുവന്ന സംഘമെന്ന് കരുതിയാണ് പ്രതികൾ യുവാക്കളുടെ വാഹനം തടഞ്ഞു നിർത്തി ആക്രമിച്ചത്. ചിറ്റൂർ സ്വദേശികളായ ശിവദാസ്, രമേശ് ബാബു, വിഷ്ണു, അജയകുമാർ എന്നിവരെയാണ് തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കേസിൽ 2 പേരെ കൂടി പിടികൂടാനുണ്ട്. പ്രതികൾ സഞ്ചരിച്ച വാഹനങ്ങളും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോയമ്പത്തൂരിലെ അക്രമ സംഭവം നാട്ടിലെത്തിയ ശേഷം യുവാക്കൾ കുന്നത്തുനാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ പരാതി കേട്ട ശേഷം തങ്ങൾ എന്തു ചെയ്യണമെന്നാണ് കുന്നത്തുനാട് സ്റ്റേഷനിലെ പോലീസുകാർ യുവാക്കളോട് ചോദിച്ചത്. ഈ വിവരം വാർത്തയായതോടെ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ആലുവ റൂറൽ SP DYSPക്ക് നിർദ്ദേശം നൽകി. യുവാക്കളെ വിളിച്ച് SP വിശദാംശങ്ങൾ തേടുകയും ചെയ്തു. സേലം കോയമ്പത്തൂർ ദേശീയപാതയിൽ വാഹനയാത്രക്കാരെ ആക്രമിച്ച് പണം തട്ടുന്നത് പതിവാക്കിയ സംഘമാണ് പിടിയിലായതെന്ന സൂചനയും പോലീസ് നൽകുന്നുണ്ട്. മധുക്കര പോലീസ് പിടികൂടിയ 4 പ്രതികളിൽ ഒരാൾ സൈനികനാണ്. ചിറ്റൂർ സ്വദേശി വിഷ്ണു ജോലി ചെയ്യുന്നത് മദ്രാസ് റെജിമെന്റിലാണ്. അവധിക്ക് വന്ന ശേഷം വാഹനങ്ങൾ തടഞ്ഞു നിർത്തി കൊള്ളയടിച്ചാൽ കിട്ടുന്ന പണമായിരുന്നു പ്രതികളുടെ പ്രധാന ലക്ഷ്യം. കേസിൽ പിടിയിലാകാനുള്ള 2 പ്രതികളെ കൂടി കിട്ടുന്നതോടെ ഹൈവേ കേന്ദ്രീകരിച്ച് നടന്ന പല മോഷണങ്ങളുടെയും ചുരുളഴിയ കഥകൾ തെളിയുമെന്നാണ് പോലീസിൻ്റെയും പ്രതീക്ഷ. S. ശ്യാംകുമാർ, 24, കൊച്ചി.